ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അങ്ങനെ ഇന്ന് എനിക്കും മക്കൾക്കും മാത്രമാണ് കേട്ടോ കല്യാണമുള്ളത്. എന്താണെന്നറിയില്ല, കല്യാണം ഇങ്ങനെ തുടങ്ങിയപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് നിരത്തി കല്യാണം തന്നെ. അങ്ങനെ ഞാൻ ഉമ്മ ഉണ്ട് വരാൻ, അപ്പം ഞാൻ നേരെ മുടിയൊന്നും വരാതെ ഞാനും അവളും കൂടി ജസ്റ്റ് ഒന്ന് പിങ്ങിട്ട് വേഗം പോയി, കാരണം കുളിച്ചിട്ടുള്ളൂ, നല്ല നനവുണ്ട്. പിന്നെ ഞങ്ങളെ കൊണ്ടാക്കി സേതുകാക്ക പോയി, ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അങ്ങനെ മുടി ചീകലെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ ഇറങ്ങിട്ടോ. അങ്ങനെ ഉമ്മയും മാറ്റി എല്ലാവരും കൂടി അങ്ങോട്ട് പോകാം കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ സിറ്റി പാലസിൽ വെച്ചിട്ടുണ്ടോ കല്യാണം. ഉമ്മ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ പിന്നെ 3-4 പ്രാവശ്യം പോയിക്കണം അങ്ങോട്ടേക്ക്. നേരെ ഓട്ട കയറിയിട്ടോ. എൻ്റെ പൊന്നെ എന്തൊരു വെയിലാണോ, ബസ്സിന് പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. നേരെ ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് നേരെ കയറി. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളെ കല്യാണത്തിന് ഒരു 10 വർഷം മുന്നേയൊക്കെ എന്താ പറയുക, ടീനേജ് ചെക്കന്മാരൊക്കെ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ആൾക്കാരായിരുന്നു കേട്ടോ. ഞങ്ങളെ കല്യാണത്തിനും നിക്കാഹിനും ഒക്കെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഇവിടെ ഞങ്ങൾ അയൽവാസി ചെക്കന്മാർ, അതിലൊരാളെ കല്യാണമാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ കല്യാണത്തിന് ഞങ്ങൾ പോകാം കേട്ടോ. അവനെ കണ്ടിട്ട് തന്നെ ഇപ്പോൾ കുറേ ആയിട്ടോ, കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതങ്ങനെ അങ്ങോട്ട് കണ്ടിട്ടില്ല. ഞങ്ങളെ വീട്ടിൽ വരുത്തും കള്ളനും പോലീസും കളിക്കലും അന്താക്ഷരി കളിക്കലും അങ്ങനെ നല്ല ഹരമായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണപ്പുരയിലെത്തി. ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് എന്താണെന്നറിയില്ല, ഇതിപ്പോൾ എന്താ പറയുക, നല്ല എരിവുണ്ടായിരുന്നു. പൈനാപ്പിൾ ഇത്തിരി ഇഞ്ചി കുത്തിയിട്ടാണോ അറിയില്ല. അത് കഴിഞ്ഞ് നേരെ അവനെയും അവൻ്റെ അനിയനെയും അവരെ ഗ്യാങ്ങിനെ എല്ലാവരെയും കണ്ടിട്ടോ. നേരെ പറഞ്ഞ് ഫുഡ് കഴിച്ചോളൂ, ഇപ്പോൾ പെണ്ണിൻ്റെ ആൾക്കാർ വന്നതാണ്, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ ആൾക്കാരെ പരിപാടി, അപ്പോൾ നിങ്ങൾ വേഗം പോയി ഫുഡ് കഴിച്ചോളിന്ന്. ബിരിയാണിയും ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചു കേട്ടോ. സത്യം പറയാമല്ലോ, 2 കല്യാണത്തിന് പോയിട്ടും ബിരിയാണി അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. എന്താണല്ലോ ടേസ്റ്റിൽ. പൊതുവെ ബീഫ് ബിരിയാണിനോട് വലിയ താല്പര്യമില്ലെങ്കിൽ പോലും അത് വിചാരിച്ച് കഴിക്കില്ല എന്നല്ല, എന്തോ ഒരു ഉണങ്ങിയ പോലെ, പിന്നെ വലിയ ടേസ്റ്റൊന്നുമില്ല ചിക്കൻ പൊരിച്ചത്. പിന്നെ ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് അത് അടിപൊളിയായിരുന്നു കേട്ടോ. കക്കിരി, വത്തക്ക, പൈനാപ്പിൾ, പപ്പായ, പിന്നെ പലതരം അലുവകൾ, പച്ച, ചുവപ്പ്, മഞ്ഞ ഉണ്ടോ, വെള്ള, പിന്നെ നല്ല പാൽക്കാവൊന്നും ഞാനെടുത്തില്ല. പക്ഷേ ഫ്രൂട്ട്സുകൾ കഴിച്ചു. നല്ല പഴുത്ത പപ്പായ എന്നൊക്കെ പറയില്ലേ, അത് 2-3 കഷ്ണം കഴിച്ചിട്ടോ. അതുപോലെ തന്നെ വത്തയ്ക്കും പൈനാപ്പിളൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് പിന്നെ ഇതാണ് ചെക്കനും പെണ്ണും. ഇവനെയും കണ്ട് ഇവന് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല, പിന്നെ അവനിക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവരെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് നോക്കി, പെണ്ണിനെയൊക്കെ ഒന്ന് നോക്കിയെന്ന്. പിന്നെ അവരുടെ മറ്റേ അവർ വർക്ക് ചെയ്യുന്ന അവിടുത്തെ അറബികളുണ്ടല്ലോ, അവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വലിയ കല്യാണം തന്നെയായിരുന്നു. അങ്ങനെ അവരായിട്ട് എല്ലാവരും സെൽഫി എടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കല്യാണം കൂടി മെല്ലെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. എൻ്റെ പൊന്നേ, പൊരി വെയിൽ എന്നൊക്കെ പറഞ്ഞാൽ അത്രക്കും നല്ല വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ മെല്ലെ വീണ്ടും ഞങ്ങൾ ഓട്ടോറിക്ഷ പിടിച്ച്. അപ്പോഴാണ് ഒരാൾക്ക് യോഗേട്ട് വേണം, ഉമ്മമ്മ യോഗേട്ട് വാങ്ങി തരുമോ, ഞാൻ പറയും മിണ്ടാതെ നടന്നോ. പക്ഷെ ഉമ്മമ്മക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായത് കൊണ്ട് ഞങ്ങൾ നേരെ വാഗൺ മാർക്കറ്റിൽ പോയി. അങ്ങനെ അവനുദ്ദേശിച്ച യോഗേട്ടും കിട്ടി. നേരെ നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വീട്ടിലേക്ക് പോയിട്ടോ. കാരണം ഞാൻ നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച അമ്മേൻ്റെ കൂടെ, അപ്പോഴേക്കും വീട്ടിൽ വിരുന്നുകാർ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ നേരെ അങ്ങോട്ടും പോയി, ഇവരിങ്ങോട്ടും വന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൾക്ക് പലതരം ഷേക്കുകൾ അത് വേണമെന്ന് നിർബന്ധം. അതൊന്നും വാങ്ങിക്കൊടുക്കാത്തതിനാണ് ഈ കാണുന്ന മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് പോട്ടെ, നമുക്ക് പിന്നെ നോക്കാം. ഇതെപ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ നേരെ വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. വീണ്ടും വരെ. ടാറ്റ ബൈ ബൈ.